ആത്മീയതയുടെയും ശാന്തതയുടെയും സൗന്ദര്യത്തിന്റെയും നാട് എന്ന് മാത്രം അറിയപ്പെട്ടിരുന്ന നേപ്പാൾ തീവയ്പ്, ജയിൽ ചാട്ടം, കൊല്ല്, കൊല, ഭ്രാന്ത്, കലാപം അങ്ങനെ ഇരുണ്ട അധ്യായങ്ങൾക്ക് സാക്ഷിയാവുകയാണ് നേപ്പാൾ കത്തുകയാണ്. നേപ്പാളിൽ സോഷ്യൽ മീഡിയ നിരോധനത്തെ തുടർന്ന് ജെൻസി പ്രതിഷേധക്കാർ അക്രമാസക്തരായി. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ രാജിവെക്കാൻ നിർബന്ധിക്കുക മാത്രമല്ല, ചിലർ തീവ്രമായ അക്രമത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. മുൻപത്തെയും ഇപ്പോഴത്തെയും മന്ത്രിമാരെ ആക്രമിക്കുകയും സർക്കാർ കെട്ടിടങ്ങൾക്കും നേതാക്കളുടെ വസതികൾക്കും മറ്റും തീയിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേപ്പാളിലെ ജെൻസി പ്രതിഷേധം എങ്ങനെയാണ് ഇത്രയും വഷളായത് പരിശോധിക്കാം. സെപ്റ്റംബർ 9 നേപ്പാളിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന നിമിഷമായി രേഖപ്പെടുത്തപ്പെടും. സോഷ്യൽ മീഡിയ നിരോധനത്തെ തുടർന്ന് ആരംഭിച്ച ജെൻസി പ്രതിഷേധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെച്ച ദിവസം, നേപ്പാൾ സർക്കാർ വീണ ദിവസം, നേപ്പാളിനൊപ്പം ഷെയ്ഖ് ഹസീനയുടെ രാജിയും ബംഗ്ലാദേശിലെ പ്രതിഷേധവും ഒക്കെ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ച ഒരു ഇരുണ്ട ദിവസം. സോഷ്യൽ മീഡിയ വിലക്ക് പിൻവലിച്ചുവെങ്കിലും പ്രക്ഷോഭം രണ്ടാം ദിനവും കത്തിപ്പടർന്നതോടെ ഗത്യന്തരമില്ലാതെയാണ് പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ രാജി വന്നത്. നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ തെരുവുകളിൽ പ്രകടനക്കാർ നിറഞ്ഞൊഴുകി. പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലിന്റെയും പ്രധാനമന്ത്രി ശർമ്മ ഒലിയുടെയും ചില മന്ത്രിമാരുടെയും സ്വകാര്യ വസതികൾക്ക് പ്രക്ഷോഭകാരികൾ തീയിട്ടു. സർക്കാർ കെട്ടിടങ്ങൾക്ക് തീയിട്ടു. പ്രതിഷേധത്തിന്റെ പ്രധാന നേതാവായ സുഡാൻ ഗുരുങ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ എഴുതിയതുപോലെ നേപ്പാൾ സർക്കാർ വീണു. യുവാക്കൾ പ്രതിഷേധത്തിൽ വിജയിച്ചു, ഭാവി നമ്മുടേതാണ്. ജെൻസി പ്രതിഷേധക്കാർ KP ശർമ്മ ഒലിയുടെ രാജി ആഘോഷിച്ചപ്പോൾ വ്യാപകവും അഭൂതപൂർവവുമായ നാശനഷ്ടങ്ങളിലും ആക്രമണങ്ങളിലും അമ്പരന്നുപോയ മറ്റു ചിലരുമുണ്ടായിരുന്നു. ജെൻസി പ്രതിഷേധക്കാർ പാർലമെന്റ് കത്തിച്ചു. അവർ നേതാക്കളുടെ വീടുകൾ കത്തിക്കുകയും രാഷ്ട്രീയ നേതാക്കളെ ആക്രമിക്കുകയും ചെയ്തു. ലളിത്പൂരിലെ നഖു ജില്ലയിൽ ഇരച്ചുകയറി. കാഠ്മണ്ഡുവിലെ കലങ്കി, ബനേഷ്ബോർ പ്രദേശങ്ങളിലും ലളിത്പൂർ ജില്ലയിലെ ചാപ്പഗൌൺ, തച്ചോ ബെൽറ്റിലും ജനക്കൂട്ടം തടിച്ചുകൂടി. വിദ്യാർത്ഥികളെ കൊല്ലരുത്, KP ചോർ ദേശ് ഛോഡ്, അതായത് KP ശർമ്മ ഒലി ഒരു കള്ളനാണ്, രാജ്യം വിടുക, അഴിമതിക്കാരായ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും ടയറുകൾ കത്തിച്ചും രാവിലെ മുതൽ തന്നെ കലങ്കിയിൽ പ്രകടനക്കാർ റോഡുകൾ ഉപരോധിച്ചതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു. സർക്കാരിനുള്ളിലെ കൊലപാതകികളെ ശിക്ഷിക്കണമെന്നും കുട്ടികളെ കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. ലളിത്പൂരിലെ സുനകോത്തിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കാൻ നേരത്തെ ഉത്തരവിട്ട കമ്മ്യൂണിക്കേഷൻ മന്ത്രി പൃഥ്വി സുബയ്യ ഗുരങ്ങിന്റെ വസതിക്ക് നേരെ പ്രക്ഷോഭകർ കല്ലെറിഞ്ഞു. മുൻ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദാൽ പ്രചണ്ഡയുടെ ഖുമാൽത്തറിലെ വീടും പ്രതിഷേധക്കാർ നശിപ്പിച്ചു. ബുധാനിൽ കാന്തിയിലെ മറ്റൊരു മുൻ പ്രധാനമന്ത്രിയായ ഷേർ ബഹാദൂർ ദ്യൂബയുടെ വസതിക്ക് പുറത്ത് പ്രകടനങ്ങൾ നടത്തി. ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ബിഷ്ണു പൗഡലിന്റെയും നേപ്പാൾ രാഷ്ട്ര ബാങ്ക് ഗവർണർ ബിഷ്വോ പൗഡലിന്റെയും വസതിക്ക് നേരെ കല്ലെറിഞ്ഞു. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖലിന്റെ വീട് ആക്രമിച്ചു. ഏറ്റവും ക്രൂരവും ദാരുണമായ സംഭവം ഇതാണ്. മുൻ പ്രധാനമന്ത്രി ജലനാഥ് ഖന്നാലിന്റെ ഭാര്യ രാജ്യലക്ഷ്മി ചിത്രകാർ തീപിടിച്ച വീട്ടിൽ കുടുങ്ങി വെന്തു മരിച്ചു. പ്രതിഷേധക്കാർ ലളിത്പൂരിലെ നഖു ജയിലിലേക്ക് ഇരച്ചുകയറി നേപ്പാളിലെ രാഷ്ട്രീയക്കാരനായ റാബി ലാമിച്ചനയെ മോചിപ്പിച്ചു. 2025 സഹകരണ തട്ടിപ്പ് അഴിമതിയിൽ കുറ്റാരോപിതനായി മാസങ്ങളായി ജയിലിൽ കഴിയുകയായിരുന്നു പത്രപ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായ റാബി ലാമിച്ചാനയുടെ മോചനത്തിന് തൊട്ടു പിന്നാലെ 1500ഓളം തടവുകാരെങ്കിലും ഒരുമിച്ച് ജയിൽ ചാടിയതായാണ് റിപ്പോർട്ടുകൾ. കാഠ്മണ്ഡുവിലെയും മറ്റു നഗരത്തിലെയും രാജ്യത്തെ യുവജന പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ 19 പേർ കൊല്ലപ്പെട്ടിരുന്നു. 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. സംഘർഷങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത നേപ്പാൾ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് പിന്നാലെ രാജിവെച്ചിരുന്നു. പ്രക്ഷോഭകർ അക്രമാസക്തരായതിനെ തുടർന്ന് നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡു ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിലച്ചു. ഇനി ഈ പ്രതിഷേധങ്ങളുടെ അവസരം മുതലെടുത്ത് ചില അക്രമികൾ കടകളും ബാങ്കുകളും മറ്റും കൊള്ളയടിക്കാനും അതുപോലെ മോഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയ വാണിജ്യ ബാങ്കിന്റെ ബനേശ്വർ ശാഖയിൽ ഒരു കവർച്ച നടന്നതായി നേപ്പാളിലെ ഖബർ ഹബ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിഷേധത്തിനിടെ കൊള്ളയടിച്ചതിനും നാശനഷ്ടങ്ങൾ വരുത്തിയതിനും 26 പേരെ നേപ്പാൾ സൈന്യം അറസ്റ്റ് ചെയ്തു. ന്യൂബനേശ്വറിലെ ഒരു ബാങ്ക് കൊള്ളയടിച്ചതിന് 5 പേരെ കസ്റ്റഡിയിലെടുത്തതായും ബൗദ്ധ മേഖലയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 21 പേരെ അറസ്റ്റ് ചെയ്തതായും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. കൊള്ള, തീവയ്പ്, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ക്രിമിനൽ ഗ്രൂപ്പുകൾ സമാധാനപരമായ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തതായി സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. സ്ഥിതിഗതികൾ വളരെ മോശമായതിനാൽ 3 കോടിയിലധികം ജനങ്ങളുള്ള രാജ്യത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ രാജ്യത്തെ അസ്ഥിരതയിലേക്കും നയിച്ചേക്കാമെന്ന് നേപ്പാൾ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് നയിച്ച അക്രമത്തിന്റെയും അരാജകത്വത്തിന്റെയും ദിവസത്തിന് ശേഷം കൂടുതൽ ജീവനുകൾക്കും സ്വത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ, പ്രകടനങ്ങൾ അവസാനിപ്പിക്കാനും ചർച്ചയ്ക്ക് മുന്നോട്ട് വരാനും നേപ്പാൾ സൈനിക മേധാവി അശോക് രാജ് സിഗ്ദൽ പ്രതിഷേധക്കാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്.
തുടർന്നുള്ള ഒരു രേഖാമൂലമുള്ള പ്രസ്താവനയിൽ രാജ്യത്തിന്റെ സുരക്ഷാ സേന ക്രമസമാധാനം നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇതുവരെ ബാരക്കുകളിൽ താമസിച്ചിരുന്ന സൈന്യത്തെ പോലീസിനെ സഹായിക്കാൻ വിന്യസിക്കുമോ എന്ന് ഇതുവരെയും വ്യക്തമല്ല. അതേസമയം നേപ്പാളിൽ പൊട്ടിപ്പുറപ്പെട്ട അക്രമത്തെ ഐക്യരാഷ്ട്രസഭയും മറ്റ് രാജ്യങ്ങളും അപലപിക്കുകയാണ്. കൂടുതൽ അക്രമങ്ങൾ ഒഴിവാക്കാൻ സംയമനം പാലിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷണം ഒരു ക്രിയാത്മക പാത മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സംഭാഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശാന്തത പാലിക്കാൻ ആഹ്വാനം ചെയ്തു. നേപ്പാളിലെ ആക്രമങ്ങൾ ഹൃദയഭേദകമാണ്. നിരവധി യുവാക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ താൻ ദുഃഖിതനാണ് എന്നും എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിൽ മോദി പറഞ്ഞു. ഒപ്പം നേപ്പാളിന്റെ സ്ഥിരത, സമാധാനം, സമൃദ്ധി എന്നിവ നമുക്ക് വളരെ പ്രധാനമാണ്. നേപ്പാളിലെ എല്ലാ സഹോദരി സഹോദരന്മാരോടും സമാധാനത്തെ പിന്തുണയ്ക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സംസ്ഥാനങ്ങളും നേപ്പാൾ കലാപത്തെ തുടർന്ന് അതീവ ജാഗ്രത പുലർത്തുകയാണ്. ഇപ്പോൾ നേപ്പാളുമായി 729 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന ബീഹാറിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. കിഴക്കൻ ചമ്പാരൻ, പടിഞ്ഞാറൻ ചമ്പാരൻ, സീതാമർഹി, മധുബാനി, അരാരിയ, സുപോൾ, കിഷൻഗഞ്ച് എന്നീ 7 ജില്ലകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിർത്തി സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ള അർദ്ധസൈനിക വിഭാഗമായ സശസ്ത്ര സീമാബൽ SSB നിരീക്ഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും മേഖലയിൽ ജാഗ്രത വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം UPയിൽ പോലീസ് സേനയെ മുഴുവൻ സമയവും ജാഗ്രതയിലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് DGP രാജീവ് കൃഷ്ണ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേപ്പാളിന്റെ അനിശ്ചിതത്വത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും മുൻപ് ഒന്നുകൂടി ഓർത്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ നടന്ന ഒരു പ്രതിഷേധമാണ്. ഭരണകൂടത്തിന്റെ അഴിമതികളെ ചോദ്യം ചെയ്തുകൊണ്ട് അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന ജനകീയ സമരം. പ്രത്യേക രാഷ്ട്രീയ സ്വഭാവമൊന്നുമില്ലാതിരുന്ന ആ സമരമുഖത്ത് നിന്നാണ് AAP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ടത്. പിന്നീട് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ അതേ AAP ഭരണത്തിലേറി. രാഷ്ട്രീയ പാരമ്പര്യവും പഴക്കവുമുള്ള മുഖ്യധാര പാർട്ടികളെ മാറ്റി നിർത്തി ഇന്ന് പഞ്ചാബ് ഭരിക്കുന്നതും AAP തന്നെയാണ്. ടെലിവിഷൻ ആർട്ടിസ്റ്റും കൊമേഡിയനുമായ ഭഗവന്ത് മാനാണ് മുഖ്യമന്ത്രി. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ വലിപ്പം ഇല്ലായെങ്കിലും ഇന്ത്യയുമായി സാമൂഹികവും സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായും സാമ്യതകൾ ഏറെയുള്ള കൊച്ചു നേപ്പാളിലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഒരു കലാകാരന്റെ പേരാണ്. റാപ്പറും കാണ്ഡഹാർ മേയറുമായ ബാലേന്ദ്ര ഷാ.